ഞങ്ങളുടെ ബോംബെ യാത്രയിലെ ചില ദൃശ്യങ്ങൾ ഞാൻ ഒരു വ്ളോഗായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇത് VT റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ബസ്, ഡബിൾ ഡെക്കർ ബസ്സുണ്ട് അവിടെ നിന്നുള്ളത്, അവിടുത്തെ ദൃശ്യമാണിത്. ഇത് ഞങ്ങൾ പിന്നെ ചില ദൃശ്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് ഗേറ്റ് ഓഫ് ഇന്ത്യയാണ്. ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ പോയി നിന്നു. കൊടും ചൂടാണ്, ഭയങ്കര വെയിലുമാണ് ആ ഭാഗം. ഇത് നമ്മുടെ താജ് ഹോട്ടൽ, ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടാണ് ഇത്. പിന്നെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കടലിൻ്റെ തീരത്തായിട്ട് വരും. ഫ്രണ്ട് സൈഡെല്ലാം കടലാണ്. ഷാരൂഖ് ഖാൻ്റെ വീടാണ് ഈ കാണുന്നത്. മതിലിട്ട് ഗേറ്റെല്ലാം അടച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് എല്ലാവരും വന്ന് ഫോട്ടോസെല്ലാം എടുക്കുകയാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ആണ്. കടൽ തീരത്ത് എല്ലാവരും വന്നിരിക്കുന്നു. ഇത് പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്, ഒരു ദേവാലയമാണ്, കാത്തലിക് ചർച്ചാണ്. ഞങ്ങളത് കാണാനായിട്ട് പോയതാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണത്. ഇത് അതിനകത്ത് കയറി അവരുടെ മാസിൽ അല്പസമയം പങ്കെടുത്തു ഞങ്ങൾ. നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ എല്ലാ പള്ളികളും കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പള്ളിയുടെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് അവിടെ ഒത്തിരി കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാട്ടുങ്കയിലെ പള്ളിയാണ്. മാട്ടുങ്ക എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു മാട്ടുങ്ക പള്ളിയിലൊന്ന് പോകണം. ഞാൻ ചെറുപ്പത്തിൽ മാട്ടുങ്ക പള്ളിയിൽ പോയിട്ടുള്ളതാണ്. ഇത് പഴയ ദേവാലയം തന്നെയാണ്. ഇത് മാട്ടുങ്ക പള്ളിയാണ്. അവിടെ സർവീസ് ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ പോയത്. പകൽ ജസ്റ്റ് കാണാനായിട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. ആൾക്കാരൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പഴയ ഒരു എക്സ്പീരിയൻസ്, പഴയ ഓർമ്മ പുതുക്കി ഞങ്ങൾ. ഇത് പള്ളിക്കകത്താണ് വന്നിരുന്ന. അടുത്തതായിട്ടിനി രാത്രികാല ദൃശ്യങ്ങൾ അല്പം പകർത്താമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ആ VT സ്റ്റേഷൻ്റെ പുറഭാഗം തന്നെയാണ്. ഭയങ്കര മനോഹരമാണ് രാത്രികാലത്തെ അവിടുത്തെ കാഴ്ച കാണാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടു, എത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.